ഇല്ലാട്ടില്ല. അങ്ങനെ നമ്മുടെ തോമസ് ഊട്ടി സിദ്ദിഖിക്ക വന്നിരിക്കാണ്ടില്ലല്ലോ. അങ്ങനെ ജാമ്യമൊക്കെ കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ ആളുടെ ഒന്നും ബർത്ത്ഡേ ആണെന്നൊക്കെ പറയേണ്ടില്ലല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ സംഭവം ഒറിജിനൽ നിൽക്കാറില്ല കേട്ടാ. ഇന്ന് എൻ്റെ പിറന്നാളാണ് വിഷയം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഫുൾ കോമ്പറ്റി. എന്താണ് കമന്റിലൊക്കെ അന്ന് കേരള പോലീസ് വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിലല്ലേ. അതെന്തായിക്കോട്ടെ, ആൾക്ക് ജാമ്യം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലല്ല, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് ജാമ്യം കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് അതിനനുസരിച്ച് സ്കിപ്പായി. എന്താ വെച്ചാൽ 2-3 ദിവസം ആളെ കണ്ടിട്ടേ ഇല്ല. ഫുൾ ഒളിവിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതാ കൊച്ചിയിൽ വന്നിരിക്കണു. മാധ്യമങ്ങളോട് പ്രതികരിച്ചൊന്നുമില്ല. ഒരു ചിരിക്കുന്നത്, ജസ്റ്റ് ഒരു സ്മൈൽ ഒതുക്കി ആൾ മിണ്ടാതെ പോയെന്ന് പറയാനായിട്ടില്ല. നമുക്ക് കണ്ടറിയും വീഡിയോ. ഞാൻ ഈ വീഡിയോ റിപ്ലൈ ചെയ്യട്ടാ. പുറത്തേക്ക് ഇറങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സിദ്ദിഖ് പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിന് ലഭിച്ചത്. അതേ തുടർന്ന് അദ്ദേഹം ഒളിവിലായിരുന്ന അദ്ദേഹം പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ മകനൊപ്പം അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ കൊച്ചിയിലെ ഓഫീസിൽ എത്തി നിയമപരമായ മറ്റു നടപടികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. വാഹനത്തിൽ സിദ്ദിഖുണ്ട്. അതാണ് കണ്ടില്ലേ. എന്താ വെച്ചാൽ ആൾക്ക് ജാമ്യം കിട്ടി. വക്കീലും കണ്ടിട്ട് വരാനില്ല. ജാമ്യം കിട്ടിയ സമയത്താണ് ആൾ പൊങ്ങിയത്. മനസ്സിലല്ലേ? അത് സ്വാഭാവികം അങ്ങനെയാണ് ഇല്ലത്. എന്താ വെച്ചാൽ നമ്മൾ കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൽ അറസ്റ്റ് വരികയാണെന്ന് വെച്ചാൽ നൈസ് സ്കിപ്പ് ആകുക. എന്നിട്ട് നമുക്ക് ജാമ്യം കിട്ടുന്നവരെ നമ്മളങ്ങനെ ഉള്ളിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജാമ്യം കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ പുറത്ത് വരിക. മനസ്സിലായി? പിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇല്ലല്ലോ. അതാണ് സംഭവിച്ചത്. അത് തന്നെയാണ് ആളുടെ ടാക്ടിക്സ്. മനസ്സിലായില്ലേ? ആളെ മകൻ്റെ ഒപ്പം ഇപ്പൊ നേരെ തിരിച്ച് വീട്ടിൽ പോകണില്ലല്ലേ. അതന്നെ ഞാൻ പറഞ്ഞത്. എന്ത് വെച്ചാൽ പണം ഉണ്ടോ, പവർ ഉണ്ടോ, എന്ത് നടക്കും. അത്രയുള്ളൂ. പൈസ ഇല്ലാത്തവർ പറഞ്ഞിട്ടുള്ളത് അത് വിലയുണ്ടാവില്ല, അതിനൊരു ഇതും ഉണ്ടാവില്ല. അതന്നെ സത്യം. മനസ്സിലല്ലേ? ഇതൊക്കെ സിമ്പിളായി ഊരി പോയില്ല. 100% പറയാം. ഒന്നും നടക്കാൻ പോകില്ല. സത്യം പറഞ്ഞാൽ അത് പൈസ ഉണ്ടാകുന്ന പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ പിടിക്കില്ല, ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വേണമെങ്കിൽ നൈസ് സ്കിപ്പ് ആവും. പിന്നെയും ജാമ്യം കിട്ടും, തിരിച്ചു വരും. അത്ര ഉള്ളൂ. ഇതൊക്കെ സിമ്പിളാണല്ലോ. മനസ്സിലാക്കുക നിങ്ങൾ. പണം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, എന്ത് ചെയ്യാം. അതാണ് ഇപ്പം മൊത്തം സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ ആളിപ്പോ പുറത്ത് വന്നിട്ടില്ല. ജാമ്യം കിട്ടിയതുകൊണ്ട് പുറത്ത് വന്നത്. അപ്പൊ നോക്കാം ഇനിയിപ്പോ അടുത്ത തെളിവുകളൊക്കെ വന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും പറയുമ്പോ പിന്നെയും പൊങ്ങും ജാമ്യം കിട്ടുമ്പോ. അത്രേ ഉള്ളൂ. എന്തൊക്കെ കണ്ടിരിക്കില്ലേ. അപ്പോ അത്രേ ഉള്ളൂ.